ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം എന്താന്നുള്ളത് ഓക്കെ അങ്ങനെ. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വരികയാണ് ഗൈസ്. അപ്പോൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണാം, അപ്പോഴാണ് ആരാ വരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാൻ ആരാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ച് എന്താ പറയുക സീക്രട്ട് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടുപേരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മള് മണാലി. ഓക്കെ. അപ്പൊ ഭയങ്കര സസ്പെൻസ് ഇടുമ്പോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നോക്കാം. നമ്മള് കൊറേ ആയില്ലേ പോണ കാര്യത്തിന്, അങ്ങനെ പോവാ. വെറുതെ പറ്റിക്കണ്ട, വെറുതെ പറ്റിക്കട്ടോ. പറയൂ സ്മനെ. അപ്പൊ നമ്മൾ ഇറങ്ങി ഗൈസ്. അപ്പൊ നമ്മള് നേരെ പോവാണ്. നമ്മള് നേരത്തെ പറഞ്ഞ ആളെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പം കൊറേ കാലമായി കണ്ടിട്ട്, ഞങ്ങളെപ്പോഴും വരണം എന്ന് പറയും, പക്ഷെ വരൂല. അപ്പം അത് പിക്ക് ചെയ്യാൻ പോവാണ്. ബാക്കി വരുന്നോടത്ത് വെച്ച് കാണിച്ചേ, അവിടുന്ന് പോകുന്ന വഴി കാണാം. അപ്പൊ നമ്മള് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എവിടെ എത്തിയെന്ന് വെച്ചാല്, എവിടെ എത്തി? നമ്മളെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മള് എയർപോർട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളേക്ക് ആരാ വരുന്നതെന്നുള്ളത് എന്തായാലും വരുമ്പോൾ കാണാം. അത് ഞാൻ എന്തായാലും ഇപ്പോൾ പറയണില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. അപ്പോഴേ നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനും ഉസ്മാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന ആളെ പിക്ക് ചെയ്തിട്ട് ഞാനും ഉസ്മാൻ അങ്ങ് പോവും. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് നമ്മളെ കരിപ്പൂർ എയർപോർട്ട്. ഞാൻ കരിപ്പൂർ എയർപോർട്ട് കണ്ടപ്പോൾ കുറച്ചായി, ലാസ്റ്റ് ഇല്ല വന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടില്ല ഗൈസ്. നമ്മൾ കുറച്ച് നേരത്തെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയത് അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇരിക്കുകയാണെങ്കിലേ ഈ സസ്പെൻസ് ഇട്ടിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എന്തോ ഒരു തപ്പലാണ്. തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ആരാ വരുന്നതെന്നുള്ളത്. അപ്പോൾ സമയം എത്രയായി? 5 മണിയായിട്ടുള്ളൂ ഗൈസ്. 5 മണിക്കല്ലേ വരുന്നത്? 5:30ക്കാണ് ലാൻഡിങ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇൻഷാ അല്ലാ ഇതിന് ഞാൻ കാണിച്ചു തരാം ആരാന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഗൈസ്, നമ്മൾ ആഗമനത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലുണ്ടാവും ആരാന്നുള്ളത്. ഉസ്മാൻ ഇവിടെ വെയിറ്റിങ്ങിലാണ് ഗൈസ്. ഉസ്മാൻ മെയിൻ ചോക്ലേറ്റ് ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ. സലാം. അമ്മയമ്മ മരുവനും പോവാണ് കേസ്, ഇന്ന വേണ്ട. അപ്പൊ വരുന്ന ആൾ ഇതാണ് കേസ്. വരാ ബാബാജി തന്നെ ഇടണം കേട്ടോ. പൊരിഞ്ഞ പണിയിലാണ് കേസ്. ഇപ്പൊ ഉമ്മ ഒരു കൊല്ലത്തിന് ശേഷം വന്നേക്കാണ് കേസ്. 1.5 കൊല്ലം ആവാനായി. ഇത് നമ്മള് എല്ലാ വീഡിയോയിലും അവിടെ ഉമ്മ ഉണ്ടാവും. പിന്നെ നോമ്പിന് ഇപ്രാവശ്യം നോമ്പിന് വീട്ടിലെല്ലാരും ഉണ്ടാവുമല്ലോ. സാധാ പോലെയല്ല, ഇപ്രാവശ്യം ഉമ്മേ കാക്കി ഉപ്പേ തത്തി മക്കളും എല്ലാരും കൂടി ഉള്ള ഒരു അടിപൊളി നോമ്പായിരിക്കും ഇൻഷാ അല്ലാ. അടിപൊളിയായിരിക്കും. തല കുത്തി വെച്ചിട്ട് തുടങ്ങിയത് ബസ്സിലൂടെ.
ഇനിയത്തെ സർപ്രൈസ് എന്താന്ന് വെച്ചാല് ഉമ്മ വരുന്നത് ഉപ്പ അറിയില്ല കേസ്. ഇനി ഉപ്പന്റെ എക്സ്പ്രഷൻ കാണാം നമുക്ക്. അപ്പൊ അങ്ങനെ പിന്നെ ഇത്താത്തയും മക്കളും അളിയനും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ അടുത്തായോണ്ട് നമ്മള് പിക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗൈസ്, ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ അങ്ങനെ അപ്പം നമ്മൾ നേരെ ചായ അടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഉമ്മ പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചില്ല. നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, പക്ഷെ ഉമ്മ മട്ടൻ ബിരിയാണി കഴിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കേസ് എന്തൊക്കെ സൊറ പറഞ്ഞ് ചിരിക്കുന്നു കേസ്. അങ്ങനെ നമ്മൾ പുരയിലെത്താനായിട്ടുണ്ട് കേസ്. ഇവിടെ കുട്ടി കുട്ടി ഹമ്പുകൾ ഉണ്ട് കേട്ടോ. ഇത്തത്തെ മക്കൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവരുടെ കാറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അയാനും സിദാനും ഇത്തത്തെ അളിയങ്കി ഉണ്ട് കേട്ടോ. അങ്ങനെ ഗായ്സ്, അയാനെ ഓൾറെഡി ഉമ്മാമനെ കണ്ടിട്ടുണ്ട്, സിദാനും ഉമ്മാമനെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ സിദാനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ പോയത് കേട്ടോ. അപ്പോൾ സിദാനിക്ക് വലിയ പരിചയമില്ല, വീഡിയോ കോളിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഗൈസ്. അങ്ങനെ എല്ലാവരും 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ് ഗൈസ്, കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് വാങ്ങി കേട്ടോ. ഫുഡ് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വേഗം ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അയാനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി, ഉമ്മ ഇത്താത്തൻ്റെ കൂടെ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇനി ഉപ്പാനെയാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേസ് ഉപ്പ വരുന്നുണ്ട് കേസ്. അവിടെ തന്നെ നിന്ന കറക്റ്റാണ്. വാപ്പാ കറണ്ട് പോയി, അതാണ് കറണ്ട് വന്ന്. അപ്പൊ അതൊന്ന് പിടിക്കപ്പാ, ഇല വരുമോ? അങ്ങനെ നമ്മൾ പുരയിലെത്തി ഗായ്സ്.